നമസ്കാരം. ന്യൂസ് ആഫ്റ്റർനൂൺ തുടങ്ങാം. തലക്കെട്ടുകളിലേക്ക് പോകാം. ആദ്യം തുടർച്ചയായി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിനു ശേഷം ഒപ്പിട്ടത് കിസാൻ നിധി പദ്ധതിയുടെ ഫയലിൽ. കിസാൻ നിധിയുടെ 17ാം ഗഡു പുറത്തിറക്കാൻ അനുമതി. പദ്ധതി 9 കോടിയിലധികം കർഷകർക്ക് പ്രയോജനപ്പെടും. പദ്ധതിയിൽ 20,000 കോടി രൂപ വിതരണം ചെയ്യും. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി. തീരുമാനം ലീഗ് ഉന്നതാധികാര സമിതിയിൽ ഇന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. എല്ലാവരും ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് ഹാരിസ് ബീരാൻ. സഹമന്ത്രി സ്ഥാനത്തിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി. മന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടതായി സുരേഷ് ഗോപി ന്യൂസ് മലയാളത്തോട്. അനുനയിപ്പിക്കാൻ കേരള നേതാക്കൾ ഡൽഹിയിൽ ഹോട്ടലിലെത്തി ചർച്ച നടത്തുന്നു. ബാർക്കോഴ ആരോപണം 48 മണിക്കൂറിനുള്ളിൽ മരിച്ചു മണ്ണടിഞ്ഞെന്ന് മന്ത്രി എം പി രാജേഷ്. അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവന്നത് നന്നായി. പ്രതിപക്ഷത്തിന്റെ കല്ലുവച്ച നുണ തുറന്നുകാട്ടാനായി. ഡ്രൈ ഡേ ഇന്നുവരെ സർക്കാർ പിൻവലിച്ചിട്ടില്ലെന്നും എം പി രാജേഷ്. നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രക്ഷുബ്ധം. ബാർക്കോഴയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ബാർക്കോഴയിൽ ക്രിമിനൽ ഗൂഢാലോചനയെന്ന വി ഡി സതീശൻ. കൃത്യമായ തെളിവുകളുണ്ടെന്നും സതീശൻ. LDF സർക്കാർ കൂടുതൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും പ്രവർത്തിക്കണമെന്ന് കെ ശിവരാമൻ. ജനങ്ങളെ മനസ്സിലാക്കാൻ മുന്നണിക്ക് കഴിയണം. തിരുത്തലുകൾ മുന്നണിയും സർക്കാരും സ്വീകരിക്കണമെന്ന് ശിവരാമൻ. തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഒരു വ്യക്തിക്കെതിരായ വിമർശനം കമ്മ്യൂണിസ്റ്റ് രീതി അല്ലെന്നും CPI ഇടുക്കി ജില്ലാ മുൻ സെക്രട്ടറി. കേരളത്തിൽ BJP വളരുന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി J സുകുമാരൻ നായർ. നിയമസഭയിൽ BJP നില മെച്ചപ്പെടുത്തുമോ എന്ന് കണ്ടറിയണം. കോൺഗ്രസ് തമ്മിൽ തല്ല് കുറയ്ക്കണമെന്നും സുകുമാരൻ നായർ. തൃശൂരിലെ തോൽവിയിൽ രാജിവെച്ച DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും MP വിൻസെന്റും. DCCയിൽ നടന്ന യോഗം നീണ്ടുനിന്നത് 5 മിനിറ്റ് മാത്രം. താൽക്കാലികമായി മാറി നിൽക്കുന്നതായി ജോസ് പ്രവർത്തകരോട്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും ജോസ്. തൃശൂരിൽ പ്രതിഷേധം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. ഇത്തരം ക്രൂരതകൾക്ക് യാതൊരു സംരക്ഷണവും സർക്കാർ നൽകില്ല. കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം സർക്കാർ നിന്നുവെന്നും പിണറായി വിജയൻ. സർക്കുലർ നടപ്പിലാക്കാൻ നോക്കിയാൽ പള്ളികൾ പിടിച്ചെടുക്കുമെന്ന് വിമത വിഭാഗം. സഭയിലെ 90% പുരോഹിതരും തങ്ങളോടൊപ്പമെന്ന് അർഹമായ മുന്നേറ്റമെന്നും വക്താവ് റിജു കാഞ്ഞുകാരൻ. ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ പ്രതിരോധിക്കുമെന്നും വിമത വിഭാഗം ന്യൂസ് മലയാളത്തോട്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരിശോധനയ്ക്ക് കമ്മിറ്റിയെ നിയോഗിച്ച് ഹൈക്കോടതി. സംഭവമുണ്ടായ സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. ആലത്തൂർ മുൻ MP രമ്യ ഹരിദാസിനെ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരെ പോസ്റ്റർ. ഞങ്ങളെ അറിയുന്ന സ്ഥാനാർത്ഥി മതിയെന്ന് പോസ്റ്റർ പതിപ്പിച്ചത് സേവ് കോൺഗ്രസിന്റെ പേരിൽ.
കൊച്ചി അവയവക്കടത്തു കേസിൽ ഇറാനിലുള്ള മധുവിനെ നാട്ടിലെത്തിക്കാൻ നടപടി തുടങ്ങി. ബ്ലൂ കോർണർ നോട്ടീസിനായി കേന്ദ്ര ഏജൻസിയെ സമീപിച്ച പ്രത്യേക അന്വേഷണ സംഘം നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം മധുവിനെ പ്രതിച്ചേർന്നു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയെന്ന പരാതിയിൽ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകനെതിരായ ഹർജി പരിഗണിക്കാൻ മാറ്റി. 3 ആഴ്ച കഴിഞ്ഞ് ഹൈക്കോടതി പരിഗണിക്കും. സത്യവാങ്മൂലം സമർപ്പിക്കാൻ കൂടുതൽ സമയം തേടി സർക്കാരും കൊച്ചിൻ ദേവസ്വം ബോർഡും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം. ആരിഫ് ജനങ്ങളുടെ മനസ്സിലില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ആരിഫിനെ നിർത്തേണ്ട എന്ന് പാർട്ടിയെ അറിയിച്ചതാണ്. പത്തനംതിട്ടയിലും ആലപ്പുഴയും പരാജയപ്പെടുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ. കണ്ണൂർ പിലാത്തറയിൽ വെള്ളക്കെട്ടിൽ വീണ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് കുഞ്ഞിമംഗലം സ്വദേശി റിയാസ് ബാബു. അപകടം ദേശീയപാതയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന കലുങ്കിന് സമീപത്തെ വെള്ളക്കെട്ടിൽ വീണ്. എറണാകുളം അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് 4 പേർ മരിച്ച സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് ഇന്ന് എറണാകുളം റൂറൽ എസ്പിക്ക് റിപ്പോർട്ട് കൈമാറും. അപകട കാരണം എസിയിൽ നിന്നും ഗ്യാസ് ലീക്കായതെന്ന് പ്രാഥമിക നിഗമനം. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിനു നേരെയുണ്ടായ ആക്രമണത്തിൽ സൈന്യം അന്വേഷണം ആരംഭിച്ചു. ആക്രമണത്തിന് പിന്നിൽ 3 തീവ്രവാദികളെന്ന് റിപ്പോർട്ട്. ആക്രമണം നടത്തിയത് കഴിഞ്ഞ മാസം രജൌരിയിലും പൂഞ്ചിലും ആക്രമണം നടത്തിയ തീവ്രവാദി സംഘത്തിൽപ്പെട്ടവരെന്ന് ദേശീയ മാധ്യമങ്ങൾ.